പുതിയത് എവിടോ കണ്ട് പരിചയമുള്ള ഡ്രസ്. എന്റെ വാസുക്കുട്ട മോനെ എവിടെ ആയിരുന്നു ഇത്? എങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നേ? ഇത് 1 2 3 ഏറാ ഞെക്കണ്ടേ? എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വഴി പോയപ്പോഴാണ് കിരിക്കാടനാണ് എന്നോട് ഇങ്ങനെ ഇൻഫർമേഷൻ തരുന്നത് ഇവിടെ ഉണ്ട് എന്ന്. ഒരു 2 വളവ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഒരു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു 2 വളവ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടുണ്ട്. പണ്ട് തറക്കല്ലൊക്കെ ഇട്ടിട്ട് പോയതാ നിങ്ങള്. ജീവിച്ചിട്ടുണ്ടോ എന്ന് തിരക്കിയിട്ടില്ല. ഞാനിവിടെ വരുമ്പോ കാണുന്നത് 4 പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് എന്റെ പൊന്നു വാസു മോനെ, ഞാൻ ഇതിലേക്കൂടെ വന്ന സമയത്ത് ഈ ചെറുക്കനെ ഞാൻ ആദ്യം കണ്ടത്. ഈ ചെറുക്കൻ വാ തുറന്ന് ചോദിച്ചാൽ എൻ പേര് സൂര്യബോസ്, എന്റെ അപ്പ പേര് ചന്ദ്രബോസ്, എന്റെ അമ്മ പേര് പോയട്രി പോലെ അങ്ങനെ പറഞ്ഞു. റാപ്പ് പാടണം. ഞാൻ പറയുന്നേക്ക്. എന്നിട്ട് ഈ മതില് കെട്ടി വെച്ചേക്കുന്ന ശൗചാലയം, ശരി വിദ്യാലയം കാണണമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്ന് ഇതിനകത്ത് ഞാൻ കേറി നോക്കിയപ്പോ ഞാനാണ് ഉദ്ഘാടിക്കണ്ടേ, മനസ്സിലായി? ഉദ്ഘാടിക്കേണ്ട ഞാനാ. അപ്പൊ അകത്ത് കേറി നോക്കിയപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇത് സ്കൂളായിട്ട് തോന്നുന്നുണ്ടോ? ഇത് സ്കൂളായിട്ട് തോന്നുന്നില്ല. ഗേറ്റ് വെച്ചൊരു ശൗചാലയം. അലീന, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ അലീന, നീ അലീന നീ ടൗണിലൊരു മീൻകട ഇട്ടിരുന്നാ പോലും ഇതിലും നല്ല പരിപാടിയാണ്. സീരിയസ് എന്റെ പൊന്നു വാസു പറയുന്ന കേക്ക്. ഞാൻ അതിനകത്തോട് സ്റ്റാഫ് റൂമിനകത്തോട്ട് ഇതാണ് ഏറ്റവും വലിയ ഒരു ഗുണമില്ലാത്ത അങ്ങേര്. പിന്നെ KVA ജോണി വെടിവെക്കാൻ മാത്രമേ അറിയൂ. പിന്നെ ഒരു കഴിവുമില്ലാത്ത സുമതി അമ്മായി. എന്തിനാണ് ഇവരുടെയൊക്കെ ഫോട്ടോ? എന്തിനാണ്? പിന്നെ എന്റെ ഫോട്ടോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സിറ്റിയിൽ നിന്ന് പോയതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ ഇപ്പൊ ഭയങ്കര സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ്. വേറെ ആവില്ല. അപ്പം PA മറക്കരുത്, സരള എന്റെ പൊന്നു സരളെ മറക്കരുത്. ഇത് മാറ്റണം കേട്ടോ, ഈ ഫോട്ടോകൾ മൊത്തം. സാറേ ഇപ്പൊ എല്ലാരും നമ്മളൊരു ഫാമിലി എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല സാർ, ഞാൻ പറയാം സാർ. അല്ല ഫാമിലി ആയിക്കോട്ടെ, ഇത് പുറത്തെങ്ങാനും വല്ല റൂമിലും കൊണ്ട് വെക്ക്. ഈ 4 ഇവിടെ വല്ല ഗാന്ധിജിയുടെയോ സുഭാഷ് ചന്ദ്രബോസിന്റെയോ മറ്റേ ഞാൻ നമുക്കെന്നാ ഫോട്ടോ മാറ്റിയിട്ടേ സ്തൂപം വെച്ചാലോ? പിക്ക് തന്നെ ഇരിക്കട്ടെ, അവിടെ അത് തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. എനിക്ക് വേറൊരു കാര്യം മാറ്റി തരാൻ പറ്റുമോ? അല്ല, എനിക്ക് വേറൊരു കാര്യം മാറ്റി തരാൻ പറ്റുമോ? ഈ പിള്ളേരുടെ കളിക്കുന്നതിനകത്ത് ഈ റോക്കറ്റിന്റെ മോളിൽ ഇരിക്കുന്ന ഡബ്ബി ഒന്ന് മാറ്റി തരൂ. ഇത് എന്തിനാണ്? അത് റോസേ, നിന്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അത് വേണ്ടാന്ന്. എന്റെ പൊന്നു റോസ്ലിൻ സരള, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന് പകരം കുറച്ച് ഇത് ഞാൻ കുറച്ച് സ്പേസ് എടുത്തിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലവോ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലവോ ഷട്ടിൽ കളിക്കുന്ന സ്ഥലവോ അങ്ങനെയൊക്കെ വെച്ച പിള്ളേരുടെ കായിക ക്ഷമത കൂടത്തില്ലേ? സ്കൂളിന്റെ ഫ്രണ്ടില് നല്ല ഗ്രൗണ്ട് കോർട്ട്യാർഡ് ഉണ്ടല്ലോ, ശരി അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ജൂൺ 1 ഞാൻ വരാം. ഉൾക്കടിക്കാം. എന്റെ ഒരു അധ്യക്ഷ പ്രസംഗവും പിന്നെ പിള്ളേരെ പരിചയപ്പെടുന്ന ഓരോരോ സെഷനും എല്ലാം കൂടെ കൊള്ളാം, നൈസായിരിക്കും. അല്ല, അതിനു വേണ്ടി ഇതിനകത്ത് പിള്ളേരുണ്ടോ പഠിക്കാനായിട്ട്? ആകെപ്പാടെ ഈ വേട്ടവളി താഴെയാണ് 5ാം ക്ലാസ്സിന് താഴെ വരെയുള്ള പിള്ളേർ എന്റെ മോള് ഉണ്ടല്ലേ? ശരി. വാസു, നിന്റെ ഡ്രസ് അങ്ങ് മാറിയല്ലോ. കോട്ടും സൂട്ടും ഒക്കെ എവിടെ? ക്ഷീണിച്ചു പോയല്ലോടാ നീ. നമ്മളിവിടുന്നല്ലേ തുടങ്ങിയത്? അപ്പൊ ഇവിടുന്ന് ഈ ശൗചാലയത്തിൽ നിന്നാ ഈ ഡ്രസ് ചെയ്യുന്ന. അലീനയുടെ കൂടെ നിൽക്കുന്ന ബാക്കി ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? റോസ്ലിൻ എന്ന് പറയും, ഇവിടുത്തെ ഫാഷൻ ഡിസൈൻ ടീച്ചറാണ്. ഹായ് റസ്ലിൻ. ആ റെഡ് ഒരു കൊച്ചിന്റെ അമ്മയാ, നല്ല പ്രായമുണ്ട്. അസോസിയേഷനിലെ പ്രസിഡന്റ് ആണ്. അതിപ്പോ 26ാമത്തെ വയസ്സ് കൊച്ചുണ്ടായി കൂടെ, ചെറുപ്പമില്ലയോ? നമസ്തേ. അലീന ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഇങ്ങനെ ഭയങ്കര ശോകമാണ്. കൂടെ ഉള്ളൊരു പെൺകൊച്ചിനെ പറ്റിയിട്ട് നല്ല പ്രായമുണ്ട്, കല്യാണം കല്യാണം കഴിയാറ് കൊച്ചുണ്ടായോ?
പ്രായമായവർക്ക് എത്രത്തോളം അതൊക്കെ എഫക്ട് ആവുമെന്ന് അറിയാം ഞാൻ കാര്യം ചോദിക്കട്ടെ, സിറ്റിയിൽ ഇതൊരു ട്രെൻഡ് ആണോ ഈ കല്യാണം കഴിയാറ് പിള്ളേരെ ഉണ്ടാക്കുക പറയുന്നത്? ലിവിംഗ് ടുഗദർ ഒക്കെ ഉണ്ട്. സത്യം വാസു ഞാൻ ഇവിടെ എനിക്ക് living together വരാൻ വേണ്ടിയിട്ട് ഈ അണ്ടകൂടാനൊക്കെയാണ് ഇവിടെ എനിക്കുള്ളത്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ടിവിയിലെ 10-25 ലിവിംഗ് ടുഗദർ ഗ്യാങ് ഹൗസിൽ അതിനപ്പുറത്ത് ഇത് സരള ഇത് സ്ഥലല്ല, ഇത് എലിയുടെ പി ആണ്. അയ്യോ സോറി ഒരു ബന്ധമില്ല, ഇത് എലിയുടെ പി ആണ്. ഹായ് സരള. ഹായ് വാസണ്ണ. സരള പേര് ഞാൻ കൊറേ നാളായി കുറെ നാടൻ പേരുകളൊക്കെ കേട്ടിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്കീറിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ഓ ഓക്കെ. സക്കീർ പൊന്നു സരളെ ഇന്ന് തൊട്ട് സക്കീർ ബോയ് ഫ്രണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. അയ്യോ അങ്ങനല്ല ജോക്കി ഒരു സെക്കൻഡ് ജോക്കി ഇതൊക്കെ വിലക്കാൻ വരട്ടെ. ജോക്കി ഇതൊക്കെ വിലക്കാൻ വരട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജോക്കി കുട്ടി സക്കീറിന്റെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് കണ്ടിന്യൂ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ജോക്കി മനസ്സിലാക്കണം. ജോക്കി ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ഏകദേശം ഒരേ സമയത്ത് റിട്ടയർ ആയത്. അതായത് ജോക്കിയും സക്കീറും ഒക്കെ സിറ്റിയിൽ പോയിട്ട് ലാസ്റ്റിൽ അവൻ വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. ഈ വന്ന ഒരാഴ്ച കൊണ്ട് ഇത് സെറ്റാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പ്രൗഡ്, അവന്റെ കാര്യത്തിൽ കുറച്ച് പ്രൗഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഞാൻ. സത്യം പറയാം. അതെ ഞാനിവിടെ ജോക്കി ഞാൻ ഇടക്കിടക്ക് വരുള്ളെങ്കിലും ഞാൻ ഇവിടെ അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടില്ല. വർഷം 3 ഞാൻ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ സരള പോയിട്ട് ഒരാള് പോലും എന്നെ കണ്ടിട്ടില്ല. എന്റെ പൊന്നു വാസു, നമ്മൾക്ക് എന്തുവാ അത് അത്ര എഫേർട്ട് ഉണ്ട് ജോക്കി അവര്. ബന്ധം അലീന, ഞാനൊരു കാര്യം അലീനോട് പറയാം. അലീന, ഈ എലി എന്ന് പറയണതുണ്ടല്ലോ ചിലപ്പോ നിങ്ങളുടെ സ്കൂളില് വലിയ സംഭവമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ എവിടെയോ കണ്ട റാൻഡ് ഒരാൾ, അത്രേ ഉള്ളു. ചെമ്മല്ല, ചപ്പാണ് അവള്. അടിച്ചവളുടെ മോന്തായിരിക്കാൻ തോന്നുന്നു അവളുടെ സംസാരം കേൾക്കുമ്പോ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയില്ല. അവളുടെ മോന്തായം കാണുന്നിടത്ത് എനിക്ക് ദേഷ്യം വരും. ഇന്ന് ഞാൻ സ്കൂളിലോട്ട് കാല് വെച്ചത് പോലും ഞാൻ കീരോട് ചോദിച്ചു, അതിന്റെ ഓണർ അവിടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദയവ് ചെയ്ത് അതിന്റെ പേര് ഇടക്കിടക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പറയരുത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ വാസു, ഈ ഇരിക്കുന്ന ചെറുക്കന് നമ്മുടെ ചന്ദ്രനുമായിട്ട് വല്ല സാമ്യമുണ്ടോ? സാമ്യമില്ല, പക്ഷെ ചന്ദ്രന്റെ ഒരു ഹെൽപ്പ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സീക്രട്ടാ എവിടാണ് നീ? സുഖമായിട്ടിരിപ്പോ ചന്ദ്രനെ കാണട്ടെ. കണ്ടോ? നീ കണ്ടില്ല ഇത്? എന്നെ കണ്ടില്ല, അപ്പൊ എന്നെ ഇല്ലേ വന്ന് വിളിച്ചേ നീ? അഭിനയം കാര്യം ചോദിക്കണോന്ന് എങ്ങനെ പ്രാങ്കാന്ന് പറയും? സൂര്യ ചേട്ടൻ വിളിക്കുന്നു. എടേ ഇതാണോ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ചന്ദ്രബോസ്? പറ ചന്ദ്ര പറ. അന്ന് സുഖല്ലേ? അയ്യോ സുഖല്ലേ? ഇത്രയും പെമ്പിള്ളാര് ചുറ്റും നിക്കുന്ന, വാസുമോൻ നിക്കുന്ന, നീ നിക്കുന്ന, പിന്നെ ഞാൻ വരണ്ടേ? എടാ ഇവന്മാർക്ക് എപ്പോഴും രഹസ്യമാടാ. അപ്പൊ സരള എവിടെ പറഞ്ഞു നിർത്തിയതല്ല, റോസ് എവിടെ പറഞ്ഞു നിർത്തിയത്? നമുക്ക് വേണ്ടി എനിക്ക് സാറിന് ഒരു ഹെൽപ്പ് വേണം, തരുമോ പ്ലീസ്? പറഞ്ഞോ. സീക്രട്ടാ, ഒരു ഇത്തിരി മാറി നിന്ന് സംസാരിക്കുന്നത് ഇവിടെ വരുമോ? മീര ഇപ്പൊ വരാവേ. സാർ, കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റി വന്ന അന്നല്ല, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ സിറ്റിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നപ്പോ കണ്ണാപ്പിയും പോകുമ്പോ എന്നെ എടുത്തോണ്ട് പോയി. ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നേ. അപ്പൊ സക്കീറും ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒരു മലയുടെ മുകളിൽ ചെന്നു കൊണ്ട് ഇട്ടു. അപ്പൊ ഞങ്ങള് മലമേലെ നിക്കുക. അവിടെ വെച്ച് സക്കീറിന്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് പ്രാങ്കിന് വേണ്ടിട്ട് പ്രപ്പോസ് ചെയ്യാമെന്ന് ചോദിച്ചു. കേക്കുണ്ടോ? കേക്കുണ്ട്. ആര് ചോദിച്ചു? ബോബോയും കണ്ണാപ്പിയും. സക്കീറിനെ പ്രപ്പോസ് ചെയ്യുമോ? ഞാൻ പക്ഷെ എന്റെ അടുത്ത് എന്ത് ഡ്യൂട്ടി ചെയ്താലും ഇത് ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാ. ഞാൻ ചെയ്തു. നന്ദി. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ നീറ്റായിട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാലേ, പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഉത്സവ കമ്മിറ്റി തന്നപ്പോ ഉത്സവ കമ്മിറ്റിക്കാർ പറയുവാണേ,
ഇത് പ്രാങ്ക് അല്ല, ഇത് ശരിക്കും നീ ഇനിയിപ്പോ അങ്ങ് കൊണ്ടോക്കോ. ഒന്നെങ്കിൽ നിനക്ക് അവന്റെ കൂടെ പോയാൽ ജീവിക്കാം, ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തിനു ചെയ്യാൻ പറ്റൂ? ഞാൻ ഒറ്റയ്ക്കൊരു പെൺതരി, ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? അവരെ പോലുള്ള ഗേൾഫ്രണ്ട് ആയി. പിന്നെ ഞാൻ അന്ന് ഒറ്റ ദിവസം ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. എന്നെ സഹായിക്കണം പ്ലീസ്. കസ്റ്റോഡിയ പ്രോമിസ്. ഒന്നുമില്ല, വേറെന്താ? പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഓ പിങ്കി പ്രോമിസ്, അതെന്തൊരു പ്രോമിസ്? ഞാൻ പ്രോമിസ് പറഞ്ഞ പ്രോമിസ് ആണ്, അത് പിങ്കി ടിങ്കി ഒന്നുമില്ല. ഓക്കെ സാർ. പിങ്കി പ്രോമിസ്. നിങ്ങൾ എന്തിനാ ഈ രഹസ്യം പറിച്ചത്? ഈ സ്കൂൾ എന്നാ തുറക്കണത്? ജൂൺ 1. ഓ ഡേറ്റ് അറിഞ്ഞിട്ട് വേണം പൂട്ടിക്കാൻ. അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്കൂളല്ലേ. ഞാൻ ഈ നാടിനെതിരല്ല, പക്ഷേ എലിക്കും പെരിച്ചാഴിക്കും പന്നിക്കും ഒക്കെ എതിരാണ്. എലി മാത്രല്ല ഞങ്ങളൊക്കെ ഇല്ലല്ലോ. അതാരാ ഇപ്പൊ ഈ സങ്കടം ടോണി പറയണത്? ആരാണ്? അലീനയായിരിക്കും. Thank you Shane MRF for becoming the bronze member. Thank you Shane MRF for becoming the bronze member. Thank you so much. കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞിട്ട് പോലും നീ കരഞ്ഞിട്ടില്ല. നീ എന്റെ അടുത്ത് ഇവന്റെ പേര് കരയരുത്, ഇതിന്റെ പേരിൽ. ഞങ്ങള് തമ്മിലുള്ള വേറൊരു കാര്യമാണ് അത് പറഞ്ഞു വന്നത് അലീനെ. അപ്പൊ പോലും നീ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എലി എന്തിനൊക്കെ വിഷമിക്കുന്ന വാസമാണ്. ശരിയാണല്ലോ. Thank you so much. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എലിയോടാണ് ശത്രുത, വേറെ ആരോടും അല്ല. ഇത്രയും കണ്ട പോയ വഴിയെ പോയ പെരിച്ചാഴിയുടെ കൊരക്കന്റെയും കൂർക്കന്റെയും വരെ ഫോട്ടോ ഇതിനകത്ത് വെച്ച്. എന്നാൽ എലിയോട് ശത്രുത ഉണ്ടെങ്കിൽ സ്കൂളിനോട് ചെയ്യണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നു വാസു, നിന്റെ ഒരു ഫോട്ടോ ആ അപ്പാപ്പന് പറഞ്ഞ നിന്റെ ഒരു ഫോട്ടോ വെക്കാറുണ്ട് കേട്ടോ. ഫോട്ടോ വെക്കാം, ഫ്രണ്ടിൽ വെക്കാം, സ്കൂളിന്റെ ഫ്രണ്ടിൽ വെക്കാം, ഫ്ലെക്സ് അടിച്ച് വെക്കാം. വെച്ചിട്ടില്ലല്ലോ അലീനെ, വെച്ചിട്ടില്ലല്ലോ. ചന്ദ്രൻ പിന്നെ ഇതിനകത്തുണ്ട്, കാരണം മോളുടെ കുറങ്ങനവനാ. എന്റെ സിറ്റിയിലെ ഒരു പവർ വെച്ച് നോക്കി കേട്ടാ, സിറ്റിയിലെ ഒരു പവർ വെച്ച് നോക്കി എനിക്കിതൊക്കെ അവളോട് ചോദിക്കാന്നേ ഉള്ളു. പക്ഷെ ഞാൻ ചോദിക്കാഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിയാമോ? എന്റെ ലോല ഹൃദയം ആയതുകൊണ്ടാ. ലോല ഹൃദയം വേറൊരു കാര്യം മനസ്സ് വെച്ചാൽ രാമാന ഇത് വാസു വിദ്യാലയം നാക്കും. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞോണ്ട. വേണ്ട അതിന്റെ ആവശ്യമില്ല. വാസു നീ ഒരു പേര് പറ, ഒരു ചുമ്മാ ഒന്ന് പറഞ്ഞാ മതി. എലി തൂക്കി എടുത്തിട്ട് അവിടെ വാസു ആക്കും. പിന്നെ നാണ്ട ആ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് നിന്റെ മറ്റേ കാറിന് മോളി മറ്റേ കോട്ട് ഇട്ടിരിക്കുന്ന ഫോട്ടോ വാസു വിദ്യാലയ. വേണ്ട ജോക്കി, വേണ്ട അതൊന്നും വേണ്ട. ശരി, പണി പോയി. അണ്ണാ വേറൊരു കാര്യമുണ്ട്, ഈ ഫോട്ടോ വെച്ചേക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന്റെ ഒന്ന് നോക്കേ. പീപ്പിൾസ് അതെ വാസില്ലല്ലോ. വാസു നമുക്ക് പോയാലോ? വാസു ഇവിടെ സംസാരിക്കാൻ എനിക്ക് അതില് എലിയുടെ ഫോട്ടോ ഉണ്ട്. അല്ല ഈ പിള്ളേർക്ക് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോല്ലേ ഫോട്ടോ കാണിച്ചാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ശരിയാ, ഞാനത് ഓർത്തില്ല. എന്നെ പോലത്തെ യങ്സ്റ്റേഴ്സിന്റെ എന്തിന് ഓർത്തില്ല. അയ്യോ, ഇനി ഫോട്ടോ വെക്കണോ അവിടെ? അതാരെന്നെ പറഞ്ഞ ഓർമ്മിച്ചവരത്? ഇതാരായിരുന്നു? അതാരാ പറഞ്ഞ ഓർമ്മിപ്പിച്ച എന്നെ? ഇപ്പൊ വേട്ടാവളം ചെറുക്കുന്ന കൈ അടിക്കുന്നു. അലീന അല്ല, വേറെ ആരോ പറഞ്ഞേ. ആണോ? അലീനാണോ പറഞ്ഞേ? മീര കുറച്ച് സെൻസിബിൾ ആണ് കേട്ടോ. ഓരോരുത്തരെ മോളെ. ഹലോ, ഒരു സഹായം വേണം. എത്ര സഹായം വേണം? ഒരെണ്ണം മതി, പക്ഷെ സഹായിക്കണം. പിന്നെ ഞാൻ ഇതിലൂടെ കുരിശു പോലെ നിക്കണത്. സംഭവം എന്താന്ന് വെച്ചാലേ, ഞാൻ സിറ്റിയിലെ കഴിഞ്ഞ ദിവസം വന്നപ്പോ ബോബോയും സക്കീറും പിന്നെ നമ്മുടെ കണ്ണാപ്പിയും കൂടെ എന്നെ പിടിച്ചോണ്ടൊരു മലയുടെ മേലെ കൊണ്ടുവച്ച്. എന്നിട്ട് ദേഹോദ്രവം ചെയ്തോ? അങ്ങനൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ പിള്ളേരല്ലേ, നല്ല പിള്ളേര്, ഒരു കുഴപ്പം ഉണ്ടായില്ല.
അതെനിക്കറിയാലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ദേഹോപദ്രവത്തിനേക്കാളും വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നതേ. മലമേലെ കൊണ്ടു നിർത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സക്കീറിന്റെ ഹാപ്പി ബർത്ത്ഡേ ആ, സർല നൈസായിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യണം, സർല അവനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പറഞ്ഞ് നീ പ്രപ്പോസ് ചെയ്താ ഈ സിറ്റി നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ കാണും, ഇനി പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ നിന്നെ സിറ്റി ഞങ്ങൾ വാഴിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബോബയും കണ്ണാപ്പിയും. പക്ഷെ ഞങ്ങളെ കമ്പനിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അണ്ണൻ ഒരു പെൺകുട്ടിയായിരുന്നെ അണ്ണൻ എന്ത് ചെയ്തേനെ? എനിക്ക് നാണമാ പറയാൻ. അങ്ങനല്ല, അണ്ണനായിരുന്നെങ്കിൽ അണ്ണൻ പ്രപ്പോസ് ചെയ്യുവോ അതോ ഇല്ലയോ? പിന്നെ കൂട്ടുകാർ പറഞ്ഞോണ്ടല്ലേ ചെയ്തത്. ആ, ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുവോ ഇല്ലയോ? എസ് ഓർണോ? പിന്നെ അതേ ഞാനും ചെയ്തുള്ളൂ. പിന്നെ എന്റെ കയ്യിൽ എന്ത് ഡ്യൂട്ടി ചെയ്താലും ഞാൻ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ചെയ്യും. ഞാൻ നല്ല വൃത്തിക്ക് ആ പണി അങ്ങ് ചെയ്തു. പക്ഷെ പണിയൊക്കെ കഴിഞ്ഞ് ഉത്സവ കമ്മിറ്റിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് അവര് പറഞ്ഞത്, സർല ഇനിയിപ്പോ ഇത് പ്രാങ്ക് ഒന്നും അല്ല, സർല സ്നേഹിച്ചേ പറ്റത്തുള്ളൂ, നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും, സ്നേഹിച്ചാൽ നിനക്ക് ജീവനോടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനു ചെയ്യണമായിരുന്നു അവിടെ? അല്ല അണ്ണൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ അണ്ണൻ എന്തിനു ചെയ്തേനെ? ഞാനൊരു പെണ്ണായിരുന്നു, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. യെസ് ഓർ നോ, എന്ത് ചെയ്തേനെ പറ. അതേ ഞാനും ചെയ്തുള്ളൂ. ഇപ്പഴാണ് എനിക്ക് കാര്യം, അതിന് ഞാനും ആലോചിച്ചേ, സിറ്റി വരാത്ത സക്കീറിനൊക്കെ എങ്ങനെയാ പെണ്ണ് സെറ്റ് ആയെന്ന്. അപ്പോ അണ്ണൻ എന്നെ സഹായിക്കൂ? ഞാൻ വേണം ഒരു അഡ്വാൻസ് ഗിഫ്റ്റ് തരാം ഇപ്പോഴേ. എന്ത് സഹായമാണോ വേണ്ടത്? അല്ല, ഒരു അണ്ണന് മനസ്സിലായില്ല പ്രാങ്കിന്റെ പേര് കൊണ്ട് ഇട്ടതെന്ന്. കണ്ണാപ്പിയും ബോബോയോ അണ്ണനോ അല്ലെ അണ്ണുവോ നിങ്ങൾ രണ്ടുപേരും ആരും പറഞ്ഞാലേ ആ ബോബോയോ കണ്ണാപ്പിയും കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ആരും ഇല്ലാതെ നമ്മൾ വേറൊരാളുടെ കൂടെ ജീവിക്കേണ്ടി വരും. അണ്ണൻ അറിയാമല്ലോ, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ. ഓ, അതറിയാം. ഹൈറ്റ് കൂടുതലല്ലേ? ഏയ് ഇല്ലണ്ണാ, ഇങ്ങോട്ട് മാറി സെറ്റാവും. സെറ്റല്ലേ? ഇപ്പൊ സെറ്റാണ്. ഹൈറ്റ് ഓക്കെയാണ്. അല്ലല്ല, ഞാൻ കുട്ടിയുടെ ഹൈറ്റ് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ ഹൈറ്റ് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. അതിപ്പോ കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്. അതെ, സത്യം. അപ്പൊ എന്നെ സഹായിക്കുവോ? സഹായിക്കാം. ചിണങ്ങുന്ന എന്തിനാണോ? ഞാനിപ്പോ ഈ ഇടയായിട്ട് ഇങ്ങനെയാ. അതെന്താ അങ്ങനെ? എനിക്ക് ഭയങ്കര കുട്ടിത്തവായിപ്പം. നാണമാണോ കുണ്ണാവയ്ക്ക്? നാണമല്ല, കുട്ടിത്തവാ. കുണ്ടിത്താണോ? എനിക്ക് വയ്യ. കുണ്ടിത്തമല്ല, കുട്ടിത്തം. ഓ, പക്ഷെ കണ്ടാ വളരെ വളരെ വലിയ അയ്യോ നോക്കിയ എന്ത് ഗാംഭീര്യാണ്. പക്ഷെ കുഞ്ഞു കുട്ടികളെ മനസ്സിലായി. ഞാന് എല്ലാരടുത്തും സീരിയസ് ആയിട്ട് നിന്ന് പ്രശ്നം, അതുകൊണ്ട് ഞാനിപ്പോ എന്റെ സീരിയസ്നെസ് ഒക്കെ കുറയ്ക്കുക. അപ്പൊ എന്റെ അടുത്താണോ അണ്ണൻ കുട്ടിത്തത്തിൽ നിക്കുന്നേ? അല്ല, എല്ലാരോടും ഇങ്ങനെ ഇപ്പൊ. ശരിയാണ്. അപ്പൊ എന്നെ സഹായിക്കുവോ അതോ ഇല്ലയോ? എസ് ഓർ നോ? ഉറപ്പായിട്ടും, പിന്നില്ലാതെ സഹായിക്കൂലേ? അതോ എന്നെ കൊല്ലിക്കുവോ? ഇത് പറയാൻ എനിക്ക് വേറെ ആരുമില്ല. കഷ്ടപ്പെട്ട് ഞാൻ അണ്ണനോടാണ് പറഞ്ഞു, ബാക്കി ആരുടെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. എനിക്ക് പേടി അവന്റെ കൊല്ലും. കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. എല്ലാം ഞാൻ പിങ്കി പ്രോമിസ്. ഐ ഡീൽ ഇറ്റ്. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. തന്നു. ആണോ മനസ്സിലായി. ഓക്കെ. ഇപ്പൊ ഒരാള് കുറച്ച് ഗാംഭീര്യ. അണ്ണ പിന്നെ എന്റെ പണി വേണം. ഈസി ആയിട്ട് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പേടിക്കണ്ട. ഇല്ല എന്താ വാസുട്ടാ, എന്താണ് പ്രശ്നം? ജോക്കി മലയിലെ വണ്ടേ കൊണ്ടുപോയി പൊന്നട മോനെ, മലയുടെ കൊണ്ടുപോയിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറയിപ്പിക്കുന്ന എന്തൊരു തെണ്ടിത്തരമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല. മലയുടെ കൊണ്ടുപോയിട്ട് ആ കണ്ണാപ്പിയൊക്കെ ഇപ്പോഴും ഒരു മാറ്റം. ചന്ദ്രനൊക്കെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഫോഴ്സ് ചെയ്തിട്ടൊന്നും നടന്നിട്ടില്ല. സക്കീറൊക്കെ പുഷ്പം പോലെ ഒന്ന് ഒരു വട്ടം ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും വയ്യായിരിക്കും. നമ്മള് വേറൊരു കാര്യം പറയാനുണ്ട്. ഓ, എന്തോ കൊച്ചിറക്കാം. അയ്യോ ചന്ദ്ര, ഞാൻ സ്മോക്ക്ഡ് സർല. എന്നാണ് പേര്. നൈസ് ടു മീറ്റ് യു. അതെ സ്മോക്ക്ഡ് സർല.
ഇതുവരെ കേട്ടില്ലായിരുന്നു നാടൻ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത Full ഒരാളാണ്. name. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പണ്ട് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, കുട്ടത്തി എന്ന് പറഞ്ഞിട്ട് കേട്ടാ. പുള്ളിക്കാരുടെ പേര് എങ്ങനെയായിരുന്നു? ഞാൻ നോക്കിയ പെമ്പിള്ളേരിൽ ഏറ്റവും നാടൻ പേര് ഉള്ളത് പുള്ളിക്കാരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കണ ഏറ്റവും ഒരു നാടൻ പേര് ഈ സിറ്റിയിലെ സരളയെന്നായിരുന്നു. ഇതിപ്പം മുമ്പിൽ സ്മോക്ക് ഇടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് വാസവണ്ണ സ്മൂക്കടെന്ന് വന്നതിൽ ഒരു കാര്യമുണ്ട്. അല്ല ചന്ദ്രൻ, ഞാൻ കഥ പറയാം. എന്റെ അച്ഛൻ മുഹമ്മദ് നമ്പൂതിരിയും അമ്മ സൂസൻ അന്തർജനവും കൂടെ ഇവര് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കൊച്ചിനെ ഉണ്ടാക്കാൻ നോക്കി, ഉണ്ടായില്ല. അവസാനം അവര് യാഗം നടത്തി അതിനകത്ത് പുകയെന്നാണ് ഞാൻ ജനിച്ചു വീണത്. അങ്ങനെ എന്നെ സ്മൂക്കഡ് സർലാന്ന് ഇട്ടു. അതൊരു തെറ്റാണോ? യാഗം നടത്തിയതാ. ആ ഞാൻ വീടിന്റെ അടുത്തുള്ള മാമാരാരിലാണോ? എന്റെ പൊന്നുകുട്ടി, ഇതൊക്കെ കുട്ടികളുണ്ടാവൂല. സ്മോക്കഡ് സർള. സ്മോക്ക്ഡ് സരള. ആ അണ്ണ അതിലൊരു കാര്യമുണ്ട്. ഞാൻ ഹോമകുണ്ടത്തിൽ നിന്നാണ് ഇങ്ങനെ ഉദ്ഭവിച്ച് വെളിയിൽ വന്നത്. അതുകൊണ്ടാണ് കുട്ടിച്ചാത്തന. അങ്ങനല്ല നമ്മള് സീത എന്റെ ഇങ്ങനെ പൊന്നോക്കി, ഇതൊക്കെ ഈ കൊച്ചിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. എന്റെ പൊന്നുകുട്ടി, ഉള്ളതുപോലെ പറ. പേര് സ്മോക്ക്ഡ് സരള. ഇതെങ്ങനെയാണ് ഈ എലിയുടെ പി ആയിട്ട് വന്നേ? അത് സത്യം പറഞ്ഞാലേ ഞാനിങ്ങനെ എനിക്ക് ജോലിയൊന്നും ഇല്ല. എന്റെ ആ ജോലിയും പോയി. ഇപ്പൊ അലീന വന്നിട്ട് പറഞ്ഞ് സർളയുടെ പണിയും പോയത്. ഇപ്പൊ ശരിക്കും ഞാൻ അൺഒഫീഷ്യലി ഞാൻ ആരുടെയും പി അല്ല. ഇപ്പൊ ഞാൻ വീണ്ടും പണിയില്ലാത്തവളായി. എടാ വാസു, കൊറേ കാര്യങ്ങൾ നോക്കി നടത്താനുണ്ട്, മനസ്സിലായോ? എനിക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു പി എടാ, ഞാൻ ഇങ്ങനെ സരള സി വി എനിക്ക് വന്ന് ഞാൻ ഇതിനകത്തുണ്ട്. ഞാൻ ട്വിറ്ററിനകത്തൊക്കെ ഉണ്ട്. മറ്റേ എന്തൊരു സാമാനം അതിനകത്തുണ്ട്. ഞാൻ എനിക്കൊന്ന് അയച്ചിട്ടേക്കണം കേട്ടോ. ഞാൻ അയച്ചുതരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞാൻ പാട്ട് പാടാം. അതുകൊണ്ട് നിങ്ങൾക്ക് കൊട്ടാരം പാട്ടുകാരിയായിട്ട് തന്നെ എടുക്കാവേ. പ്രോഗ്രാമിൽ കൊട്ടപ്പാട്ടൊന്നും വേണ്ട. കൊട്ട എന്ന് പറയുന്ന ഏത് വാക്കുകളും നിരോധിച്ചിരിക്കുന്നതാണ്. അപ്പൊ സ്മോക്ക്ഡ് സരള ഒരു പാട്ട് പാടും. കൊട്ടാരത്തിൽ തന്നെ പറഞ്ഞു ആദ്യത്തെ സ്മോക്ക് സരള പാട്ട് പാടും. റെഡി 1 2 3 വാസുട്ടാ കൊച്ചിന്റെ പാട്ടൊന്ന് കേക്ക്. റെഡി 1 2 3 പറ. വാസുട്ടാ പറ. 1 2 3 സ്റ്റാർട്ട്. ഗോ. പറ. നീൻ സിരയാവണം പ്രേമക്കടലാവണം വർണ്ണപ്പൂമ്പാറ്റകൾ പോലെ നാം പാരണം വീണ്ടും ജന്മങ്ങളിൽ നീണയാവണം നിന്റെ നെഞ്ചിൻ കൂട്ടിൽ ഞാൻ കിളിയാവണം എന്നുയിരിന്നുയിരായി നീയും നിന്നുടലിൽ പാതി ഞാനും എൻ ഹൃദയം പിടരും നേരം നീ പനി നീർമലരാകും മെഹബൂബാ മേ തെരി മെഹബൂബാ മെഹബൂബാ മേ തെരി മെഹബൂബാ. എന്താ കൊച്ചിക്കൊള്ളാട്ടാ. കൊള്ളാം. സരളേ അതല്ല ഞാൻ പറഞ്ഞ കൊട്ടാരം പാട്ടുകാരിയാവാന്ന്. എനിക്ക് ജോലി ഇല്ലിപ്പോ. എന്റെ പൊന്നു സരളെ സി വി അയക്കൂ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ അലീന, ഈ കുട്ടീനെ ഇവിടത്തെ പാട്ട് ടീച്ചറായിട്ട് അങ്ങ് അപ്പോയിന്റ്മെന്റ് അവിടെ നല്ലൊരു ടീച്ചർ വേറെ ഉണ്ട്. അതൊന്നും പറ്റത്തില്ല. പാട്ട് ടീച്ചറിനെ മാറ്റിട്ട് സരളെ ആക്കുക. ഞാൻ ഉൾക്കടിക്കത്തില്ല. അത്ര തന്നെ. ഇത്ര നല്ലോണം പാട്ട് പാടുന്ന കൊച്ചിനെ പിടിച്ചിട്ട് ഓർമ്മണ്ട പാട്ടിന്റെ സരളെ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. സി വി ഒന്ന് അയച്ചേക്കണം കേട്ടോ. എനിക്ക് മാത്രം സി വി parinduvasu@gmail.com. ശരി, ഓക്കെ. നമുക്കത് സംസാരിക്കാം. നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം. കൊണ്ട് തീരൂല. അപ്പൊ സരളെ അപ്പൊ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. വെൽക്കം. നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് തെറിക്കാം. ഞാൻ കൂടെ വരാം. ജോഗി ഓ അല്ല, സരള അടുത്ത് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു സരളെ പറ. സി വി അയച്ചേക്കണേ. അതിന് CV അയക്കാൻ എന്റെ ഒന്നും ഇല്ല. CV അയക്കാൻ
ടി വി അയക്കാൻ പറ്റുന്ന സ്ഥലത്തോട്ട് വാ. അയ്യേ എടാ വേട്ടാവളയോ, ഒന്നെങ്കിൽ നീ ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ്. അങ്ങനെ പറഞ്ഞാ ഞാൻ കുറച്ച് തളരും കേട്ടോ. മോളെ അവന്റെ നമ്പർ കൊടുത്തിട്ട് CV-യോ താഴത്ത് വെച്ചാ ഉടുമ്പരിക്കും തലയെ വെച്ചാ പേനിരിക്കും പറഞ്ഞ് വളർത്തിയവനാ. ഫോണില്ലാതെ ഞാനിപ്പോ എങ്ങനെ അയക്കാ? അണ്ണാ പെട്ടെന്ന് ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നമോ വലിയ പ്രശ്നമാക്കാൻ ഞാൻ സർലയുടെ നമ്പർ പറഞ്ഞു, എന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്തോളാം. ഞാൻ ഏതെങ്കിലും ബൂത്തിന്ന് വല്ല വിളിച്ചോളാം. എന്റെ നമ്പർ പറയുവോ? ഫീഡ് ആക്കുവോ തലയില്? പിന്നില്ലാതെ. 99086049 99 086 049 6049. അതെ, ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ സാർ. അപ്പം സാറിലെ സ്മോക്ക് സാറിലെ എന്തോ See you later. Bye. പിന്നെ മറ്റേ ജോലിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ഞങ്ങളെ പോയിട്ട് വരാം. ബൈ. ഞാൻ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഫീഡ് ചെയ്തിട്ടുണ്ട്. ശരി. പ്രശ്നമുണ്ടെന്ന്.